This news is brought to you by ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ. നാടിന്റെ ആരോഗ്യ സ്വപ്നങ്ങൾക്ക് കരുത്താകേണ്ട പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെ വികസനം അധികൃതരുടെ അവഗണനയിൽ പ്രതിസന്ധിയിലാണെന്ന് UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 2019 അന്നത്തെ ആരോഗ്യമന്ത്രി KK ശൈലജ ശിലാസ്ഥാപനം നടത്തിയ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി 6 മാസം കഴിഞ്ഞിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടിരിക്കുകയാണ്. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടിട്ടും ആശുപത്രി സേവനങ്ങൾ ഇപ്പോഴും പഴയ കെട്ടിടത്തിൽ തന്നെയാണ് തുടരുന്നത്. 8 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകേണ്ട താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ 1-2 ഡോക്ടർമാർ മാത്രമാണുള്ളത്. പാരാമെഡിക്കൽ ജീവനക്കാരുടെ കുറവ്, ഫർണിച്ചറുകളുടെ അഭാവം, ജലസ്രോതസ് ഒരുക്കാത്തത് തുടങ്ങിയവ ആശുപത്രിയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് തിരക്കിട്ട് ഉദ്ഘാടനം നടത്തിയതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. 1970 സ്ഥാപിതമായ ഈ കേന്ദ്രം 1980 PHC-യായും 2005 CHC-യായും ഉയർത്തപ്പെട്ടിരുന്നു. എന്നാൽ പുതിയ കെട്ടിടം സജ്ജമാക്കാതെ നടത്തുന്ന മെല്ലപ്പോക്ക് നയം പ്രദേശവാസികളോടുള്ള വെല്ലുവിളിയാണെന്ന് UDF വ്യക്തമാക്കി. UDF നേതാക്കളായ KM കുഞ്ഞപ്പൻ, M ഉമ്മർ, TP മുസ്തഫ, AK രാജൻ മാസ്റ്റർ, രവി പൊന്നംവയൽ, മുഹമ്മദ് കുഞ്ഞി, P മുസ്തഫ, M ശ്രീധരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുങ്ങോം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്ത പെരുങ്ങോം താലൂക്ക് ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരില്ല, അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫില്ല, ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല, മുറിക്കകത്ത് ഒരു സ്റ്റൂൾ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ആവശ്യം ഈ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നൽകുക എന്നുള്ള ഉദ്ദേശത്തോട് തുറന്നിട്ടുള്ള ഈ ആശുപത്രി ഉദ്ഘാടനം നടത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ താലൂക്ക് ആശുപത്രി പ്രവർത്തനം എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യമായ ഡോക്ടർമാരെയും സ്റ്റാഫിനെയും ഒക്കെ നിയമിച്ചുകൊണ്ട് ആധുനിക സൗകര്യമുള്ള ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ജോർജിനെ വഴിയിൽ വെച്ച് കരിങ്കൊടി കാണിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് UDF-ന്റെ വൈസ് ചെയർമാനും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ഷജീർ ഇക്ബാലിനെ ഒരു സംഘം മാർക്സിസ്റ്റ് ഗുണ്ടകൾ പെരുങ്ങോം പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ച് പോലീസുകാരുടെ മുമ്പിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹം ഒരാഴ്ചയോളം ആശുപത്രിയിൽ കിടക്കുകയും ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് പ്രതികൾ കൊലക്കുറ്റത്തിന് കേസെടുത്തുവെങ്കിലും പ്രതികൾ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ കിഴക്കും പടിഞ്ഞാറ് തെക്കും വടക്കും നടന്നുകൊണ്ട് പോകുമ്പോൾ പോലും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വാസ്തവം പൊതുജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുവാൻ കൂടി ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നാളെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചും വരുന്ന വ്യാഴാഴ്ച 12-ാം തീയതി UDF-ന്റെ ശക്തമായ പ്രതിഷേധ യോഗവും ഈ പെരുങ്ങോത്ത് നടക്കാൻ പോവുകയാണ്. പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം തീർച്ചയായും UDF തന്നെ ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് നല്ലവരായ പത്രപ്രവർത്തകരുടെയും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെയും എല്ലാവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളുടെയും എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. താലൂക്ക് ആശുപത്രി പത്രപ്രവർത്തകന്മാർക്കും ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം അറിയാം. 5 വർഷക്കാലമാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി ശൈലജയാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഈ ആശുപത്രി തറക്കല്ലിട്ടത്. അതേമാതിരി തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരു 5 ദിവസം മുമ്പ് അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ആശുപത്രി ഉദ്ഘാടന മേള നടത്തിയത്. നിങ്ങളിപ്പം പോയി നോക്കിയാൽ അവിടെ നമ്മൾ നഴ്സുമാർക്ക് പോലും കൈ കഴുകാൻ വെള്ളമില്ലാത്തൊരു സ്ഥിതിയിലാക്കി. അന്ന് നേരത്തെ ഉണ്ടായ ഒരു തുറന്ന കിണർ, സാധാരണ കിണർ, ആ ബിൽഡിങ്ങിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് അത് മൂടാൻ വേണ്ടി
അന്നത്തെ കമ്മിറ്റിയും അതുപോലെ തന്നെ കോൺട്രാക്ടറും ഒക്കെ തീരുമാനിച്ച സമയത്ത് അന്ന് UDF അതിന് തടസ്സം നിൽക്കുകയും ആ കിണർ മൂടാൻ ആ MP നേരിട്ട് ക്ഷണിക്കുക പോലും ചെയ്യാതെ കണ്ടാണ് അവർ ഈ ഉദ്ഘാടന മാമാങ്കം നടത്തിയത്. അതിനെതിരായി നമ്മൾ ആലോചിച്ച് ആ പരിപാടി MP ക്ഷണിക്കാത്തതുകൊണ്ട് ആ പരിപാടി നമ്മൾ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അത് UDFന്റെ പ്രവർത്തകന്മാർ ആരെങ്കിലും സാധാരണക്കാർ പോയെങ്കിലല്ലാതെ കൊണ്ട് UDFന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ആരും തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. കുറെ കുടുംബശ്രീക്കാർ, കുറെ തൊഴിലാളികൾ ഇങ്ങനെ ആളെ വിളിച്ചു കൂട്ടാൻ വേണ്ടി കുറെ ആളെ സംഘടിപ്പിച്ചു എന്നല്ലാതെ കണ്ട് ജനാധിപത്യ രീതിയിലുള്ള ഒരു ഉദ്ഘാടന പരിപാടിയായി നടത്താൻ സാധിച്ചില്ല. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ പഞ്ചായത്ത് ചെയർമാൻ പറഞ്ഞു, സമര പരിപാടി മറ്റുള്ള കാര്യങ്ങൾ. കാരണം പോലീസ് ഒരു അക്രമം ഉണ്ടായാൽ അതിനെതിരെ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം, ഏത് കക്ഷി ഭരിച്ചാലും. അതുകൊണ്ട് തന്നെ ഇനിയും പ്രതികളെ പിടിക്കാൻ ശ്രമം ചെയ്തു കഴിഞ്ഞാൽ ശക്തമായ സമരപരിപാടിയുമായി UDF മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഈ പ്രഹസന ഉദ്ഘാടനം, കാരണം ഇനിയും കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കൂ. പുതിയതായി നിർമ്മിച്ച് കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തിട്ടുള്ള താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് വളരെ വിശദമായി ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിൽ വെറും കെട്ടിടം ഉണ്ടാക്കി വെച്ചു എന്നല്ലാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്റ്റൂള് പോലും അതിൻ്റെ അകത്ത് ഇതേവരെ കൊണ്ടുവച്ചതായി കാണുന്നില്ല. അതുപോലെ നമ്മളൊരു സ്ഥാപനം പ്രസക്തമായ ഇത്തരം നല്ലൊരു വലിയൊരു സ്ഥാപനം നിർമ്മിക്കുമ്പോൾ സാധാരണ നിലയിൽ അവിടെ ഉപയോഗിക്കേണ്ട വെള്ളത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം കണ്ടെത്തുക. എന്നാൽ അങ്ങനെ ഒരു ആലോചന പോലും ഇല്ലാതെയാണ് കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ആശുപത്രി ആരംഭിക്കണമെങ്കിൽ അടുത്ത കാലത്തൊന്നും വാഹനത്തിലോ മറ്റും ഇറക്കി അവിടെ ഉപയോഗിക്കുക എന്നല്ലാതെ മറ്റൊരു സംവിധാനം ഈ ആശുപത്രി കോമ്പൗണ്ടിനകത്ത് വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടില്ല. പഴയ ആശുപത്രി എന്താ സ്ഥിതി പറഞ്ഞാൽ അവിടെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മുമ്പ് 4 ഡോക്ടർ പോസ്റ്റ് ചെയ്തു. അതിന് വലിയ പബ്ലിസിറ്റി കൊടുത്തു. ഇവിടുത്തെ ഇടതുപക്ഷം മുന്നിൽ ആശുപത്രിയിൽ 4 ഡോക്ടർ ഉണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടർ പെട്ടി അടക്കം യാത്ര അയച്ച് വിട്ട് അന്ന് രാത്രി തന്നെ ഈ ഡോക്ടർമാരെല്ലാം സ്ഥലം വിട്ടു. പിന്നീട് അവിടെ ഒരു ഡോക്ടറാണ് ഉണ്ടായത്. ഇതാണ് പെരിങ്ങോ ആശുപത്രിയുടെ നില. വലിയ തോതിൽ വലിയ കഠിനമായിട്ടുള്ള ഒരു ഇടപെടൽ ഇതിൽ അവർ നടത്തിയെന്നുള്ളതാണ്. നമുക്ക് ഒരു ഇലക്ഷൻ വരുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വീണ ജോർജ് മിനിസ്റ്റർ വന്നപ്പോൾ കേരളത്തിലെ ആകെ ആരോഗ്യ മേഖലയുടെ ഘടികാരസ്ഥ സംബന്ധിച്ചിട്ടാണ് കണ്ണൂർ ജില്ലയിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നുണ്ടായ നാട്ടിൽ നിന്നുണ്ടായ വികാരമാണ് അവിടെ ഒരു പ്രതിഷേധമായി ജനാധിപത്യ മര്യാദയിലാണ്. നമ്മളിപ്പോൾ കാണുമ്പോൾ അത് വലിയ തോതിൽ അത് ശരിവെക്കുകയാണ്. ആ നിലയ്ക്ക് നാളെ യൂത്ത് ലീഗിന്റെ പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കം അവർ വളരെ ക്രമീകരിച്ചുകൊണ്ട് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ക്രിമിനൽ സംഘങ്ങളായിട്ടുള്ള വധശ്രമത്തിന് കേസെടുത്തിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം അതിശക്തമായി ഐക്യ ജനാധിപത്യ മുന്നണി സമരരംഗത്തുണ്ടാകും. പ്രിയപ്പെട്ട നാട്ടുകാർ, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ, പത്രപ്രവർത്തകർ, നിങ്ങളുടെ ഭാഗത്തുള്ള സഹകരണം ഉണ്ടാകണം. ഈ ഒരു ആതുര ശുശ്രൂഷയ്ക്കും അതുപോലെ ഉദ്ഘാടന മാമാങ്കം നടത്തിയ മുഴുവൻ ഓഫീസുകൾക്കും നമ്മൾ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ചോദിക്കുകയും അത് കിട്ടുന്ന ലഭ്യമാകുന്ന മുറക്ക് ആ സ്ഥിതിവിശേഷം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കും എന്ന് കൂടി. ഫാഷൻ ലോകത്തെ പുതുപുത്തൻ ട്രെൻഡുകൾ ഇനി നിങ്ങളുടെ കൈപ്പിടിയിൽ. ആഘോഷങ്ങൾ ഇനി കൂടുതൽ വർണ്ണാഭമാക്കാം. സ്ത്രീകൾക്കായുള്ള എല്ലാവിധ വസ്ത്രങ്ങളും ഇനി ഒരിടത്ത്. ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ. അത്യാകർഷകമായ സാരികൾ, ലേറ്റസ്റ്റ് കോട്ട് സെറ്റുകൾ, മാക്സികൾ തുടങ്ങി എല്ലാവിധ ലേഡീസ് ഐറ്റംസുകളും മിതമായ വിലയിൽ. നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ തുന്നി നൽകാൻ ഞങ്ങളുടെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് സെന്ററും തയ്യാർ. ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ, മിതമായ വില. പുതിയ കാലഘട്ടത്തിലെ ഫാഷൻ സങ്കല്പങ്ങൾക്കനുസരിച്ച് വസ്ത്രങ്ങൾ ഒരുക്കുന്ന കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സിനിണങ്ങിയ ലേറ്റസ്റ്റ് കളക്ഷനുകളുടെ വൻ ശേഖരം. കണ്ണിന് കുളിർമയേകുന്ന വ്യത്യസ്തമായ വർണ്ണങ്ങളിൽ. ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ.
ഫോൺ 9961 451671.